പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വളരെ മുമ്പ് ഞാൻ STK ആംപ്ലിഫയർ ഒരു പഴയ STK ആംപ്ലിഫയർ മാറ്റി അതായത് അപ്ഗ്രേഡ് ചെയ്ത് നന്നാക്കി പുതിയ മോഡൽ ആംപ്ലിഫയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് 2 ഭാഗം ചെയ്തിരുന്നു. ഒന്ന് അതിനെ പറ്റിയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക, അതായത് ആ പഴയ ആംപ്ലിഫയർ എന്താണ് അതിനെ പറ്റി, പിന്നീട് അതിനുള്ളിലുള്ള പാർട്സ് ഈ ബോർഡുകൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തൊരു വീഡിയോ. അടുത്തത് നമ്മൾ അതിൻ്റെ പാനൽ ഡിസൈന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മൾ തേർഡ് പാർട്ടായിട്ട് പറഞ്ഞിരുന്നു. ലാസ്റ്റ് പാർട്ട് അത് ഫുൾ അസംബ്ലിങ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ തേർഡ് പാർട്ടാണ് ഈ വീഡിയോ. അതായത് നമ്മൾ ഈ ആംപ്ലിഫയറിൻ്റെ പാനൽ ഫ്രണ്ട് ആൻഡ് ബാക്കിൽ അതിന് മാത്രം ഡിസൈൻ ഇല്ല, ഫ്രണ്ട് ഡിസൈൻ ഒരു തീരുമാനമാക്കുക. അപ്പോൾ ഈ വീഡിയോ കുറേ വൈകിയത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു, വർക്ക് തിരക്ക്, മറ്റു പല കാര്യങ്ങൾ കൊണ്ടും ഈ STK വീഡിയോ വല്ലാതെ വൈകി. ശരിക്കും പറഞ്ഞാൽ 2 മാസത്തോളം വൈകിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ കാലത്ത് ഒരുപാട് പേര് അതിനോട് ഫോളോ ചെയ്ത് വന്നിരുന്നു. കാരണം ഒരുപാട് പേര് അതിൽ STK ഉണ്ടായിരുന്നു, ഡെഡായിട്ടും ആംപ്ലിഫയർ അപ്ഡേറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതിനോട് കമൻറ്റ് ചെയ്തൊക്കെ ചോദിക്കണ്ടായിന്. അപ്പോൾ എന്തായാലും നമുക്കത് കൂടുതൽ ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ആംപിനെ പറ്റി ഞാൻ പറഞ്ഞത് ആദ്യം ആ പഴയ മോഡൽ ഒരു ആംപ്ലിഫയർ ആയിരുന്നു, അതായത് കാസറ്റ് ഡെക്കൊക്കെ ഉള്ള ടൈപ്പ് ആംപ്ലിഫയർ ആയിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് പാർട്സ് കിട്ടിയത് ഈ പറഞ്ഞ ബോർഡ്, ഈ വ്യൂ മീറ്റർ, അതുപോലെ ഈക്വലൈസർ, ഒരു ട്രാൻസ്ഫോമർ, അങ്ങനെയുള്ള കുറച്ച് പാർട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്തതിലെല്ലാം ഓക്കെയാണ്, എല്ലാ പാർട്സും ഓക്കെയാണ്. പിന്നെ ഈക്വലൈസറിൽ ചെറിയ തരത്തിൽ ഒരു ചെറിയ മിസ്സിങ് ഉണ്ട്, പക്ഷേ അത് വളരെ ഓക്കെയാണ്, എല്ലാം വളരെ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. പുതിയ പാനൽ അസംബിൾ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ റെഡിമെയ്ഡ് പാനൽസ് ഇതുപോലെ വാങ്ങിട്ടും. അപ്പോൾ ഈ റെഡിമെയ്ഡ് പാനൽസ് ഈ തരത്തിലാണ് ഉണ്ടാവുക, അതായത് ഇവർ തരുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പോകുമ്പോൾ ഈ പാനലിനകത്ത് ഇതുപോലുള്ള ഈ വ്യൂ മീറ്റർ, അതുപോലെ ഈ ഈക്വലൈസർ, ഇത് രണ്ടും ഫിറ്റ് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ ഇത് രണ്ടും ഫിറ്റ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് നമ്മൾ കസ്റ്റമൈസ്ഡ് പാനൽ നമുക്ക് അസംബിൾ ചെയ്യണം, അതായത് ഉണ്ടാക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഡെക്ക് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഡിസൈനാണ് വരയ്ക്കുക. അത് വളരെ സിമ്പിളാണ്, ഇതെന്തോ വരയ്ക്കാനുള്ള ആർക്കും വരയ്ക്കാം, പക്ഷേ നമ്മൾ ഇത് കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമറോട് സംസാരിച്ചതിൽ അവർക്കിത് സ്റ്റീരിയോ ആയിട്ട് മതി, 2.1 വേണ്ട, അതായത് എക്സ്റ്റേണൽ സബിൻ്റെ ബോർഡ് ഒന്നും ചെയ്യേണ്ട, ഇത് സ്റ്റീരിയോ ആയിട്ട് സാധാരണ 2 ചാനൽ വെച്ച് ചെയ്താൽ മതി, അത് ഇതിലുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്താൽ മതി, ആ രൂപം ഒന്ന് മാറ്റി കൊടുത്താൽ മതി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ആ പാനൽ നമ്മളിപ്പോൾ ഈ രീതിയിലാണ് വരച്ചത്, നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പേപ്പറിൽ വരച്ചിട്ടാണ് അവിടെ കൊണ്ടു കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ STK 4141 ഒരു ആംപ്ലിഫയറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് സാധാരണ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വലിയ HD ഒരു ടെക്നോളജി ഉപയോഗിച്ചൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഒരു ലൈന്, ഒരു സ്കെയിലോ മറ്റോ ഉപയോഗിക്കാം ഒന്ന് വൃത്തിക്ക് വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ട് നമ്മളിതുപോലെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. നമ്മളതിൽ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് അവിടെ എത്തിച്ചാൽ മതി, നമുക്ക് അവിടെ നിന്ന് നല്ല സൂപ്പറായിട്ട് അവർ ചെയ്തുതരും. അതിൽ വളരെ സിമ്പിളായ ഒന്നും നോക്കാതെ ഉള്ള ഒരു റെക്റ്റാങ്കിൾ അപ്പോൾ ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഒരു കൂളിംഗ് വേണമെങ്കിൽ ഇതുപോലെ ഒരു പാർട്ടീഷനായിട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് ഈ വ്യൂ മീറ്ററും നമ്മൾ USB പാനലും കൊടുക്കാം. നമ്മളിവിടെ അങ്ങനെ കൺട്രോൾ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഈ ആംപ്ലിഫയറിൽ നമുക്കിപ്പോൾ അതുപോലെ കൊടുക്കുക, കാരണം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അതാണ് കണ്ടുപരിചയവും താല്പര്യവും. അപ്പോൾ നമ്മളിവിടെ ഒരു സെപ്പറേറ്റ് ഒരു കൂളിംഗ് ഒരു ഏരിയ കാണുക. ഈ ഒരു ഏരിയ അത് നമുക്ക് ഹൈറ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇതിനകത്ത് ഇവിടെയാണ് ഞാനിപ്പോൾ നമ്മൾ ആ റെഡിമെയ്ഡ് വ്യൂ മീറ്റർ ഉണ്ട്, നമ്മളെ പഴയ മോഡൽ വ്യൂ മീറ്റർ ഉണ്ടല്ലോ, ഈ വ്യൂ മീറ്റർ ഈ ഏരിയയിലാണ് കാണിക്കുന്നത്. നമ്മളിവിടെ ഈ ഏരിയയിൽ നമ്മൾ USB-ൻ്റെ സോക്കറ്റും കാര്യങ്ങളും അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഏരിയയിൽ USB പാനൽ, ബ്ലൂടൂത്ത് പാനൽ, ഇവിടെ നമുക്ക് ലെഫ്റ്റ് കൺട്രോൾ, അത് വിളിച്ച് വലിയ റിംഗ് ടൈപ്പ്, അതായത് ഇവിടെ നമ്മളൊരു റിങ് കൊടുത്തിട്ട് അതിനുള്ള ലെഫ്റ്റ് വോളിയം, അതേപോലെ ഇവിടെ റൈറ്റ് വോളിയം, സെയിം ടൈപ്പ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ താഴെ കൊടുക്കുന്നത് ഒരു ബേസ് കോമൺ ആയിട്ട് സ്റ്റീരിയോ കൺട്രോൾ, അതായത് ഡുവൽ കൺട്രോൾ വെച്ചിട്ടാണ് ബേസ് കൊടുക്കുന്നത്, അവിടെ ബേസ്. അടുത്ത നെക്സ്റ്റ് കൺട്രോൾ ട്രബിൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വോളിയം, ബേസ്, ട്രബിൾ, ഒരു സ്റ്റീരിയോൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഇതിൽ എക്സ്റ്റേണൽ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു മൈക്ക് സോക്കറ്റാണ്. സോക്കറ്റ് ഇതിൻ്റെ വോളിയം നമ്മൾ ഈ റിമോട്ടിൽ ഈ പാനലിൽ നിന്നുള്ള മൈക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ. പിന്നെ കൊടുക്കാനുള്ളത് ഒരു സബ് ഊഫറിൻ്റെ വോളിയം. ഇത് വോളിയം മാത്രമാണ് വെക്കുന്നത്, ജസ്റ്റ് ആ നോബ് കൺട്രോൾ അവിടെ വെച്ചേക്കുന്നു എന്നുള്ളൂ.
നമുക്ക് അവർക്ക് ആവശ്യം വരികയാണെങ്കിൽ എന്തെങ്കിലും പിന്നെ വെട്ടിപ്പൊളിക്കാതെ ചെയ്യാം. ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു പവർ സ്വിച്ച്, ഒരു റൗണ്ട് പവർ സ്വിച്ചാണ് കൊടുക്കുന്നത്. പവർ സ്വിച്ച്. അപ്പോൾ ആ പവർ സ്വിച്ച് കൊടുത്തു. ഈ ഏരിയയിൽ ഒരു ഇൻഡിക്കേറ്റർ, LED ഇൻഡിക്കേറ്റർ. അപ്പോൾ അത് പവറിൻ്റെ ഇൻഡിക്കേറ്റർ. നമുക്ക് മറ്റേ വേറെ കൂടിയ ടൈപ്പ് പവർ സ്വിച്ച് കിട്ടാനുണ്ട്, റിങ് ലൈറ്റൊക്കെ ഉള്ള ഒരു റെഡിമെയ്ഡ് ആമസോൺ ടൈപ്പ് കിട്ടാനുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പവർ സ്വിച്ച് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഇവർ എല്ലാത്തിൽ നിന്ന് വേർപെടുത്തി നമ്മൾ പവർ സ്വിച്ച് വെച്ചു. BM മീറ്റർ എല്ലാ സംഭവമായി. അപ്പോൾ ഒരു 2.1 വേണമെങ്കിൽ ഇപ്പോൾ ഇതിൽ ചെയ്യാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 2 ചാനലേ ചെയ്യുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ. അപ്പോൾ ഇത് ചെയ്ത് കിട്ടുന്നത് ഇവിടെ നമ്മളൊരു ഗ്രേ ഷെയ്ഡാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറച്ച് ഡാർക്ക് ഒരു കൂളിംഗ് ആയിട്ട് ഈ ഏരിയയിൽ ഡാർക്കായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കിട്ടും. പിന്നെ ഇതിന് രണ്ടും ഏതാണോ അവർക്ക് ഇഷ്ടമുള്ള കളറും ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു റിംഗ് ലൈറ്റ് നമ്മളെ വോളിയത്തിനുണ്ടാവും. ഈ നോബുകൾക്കില്ല, ഇത് രണ്ടെണ്ണം മാത്രം. ഒരു പവർ ഇൻഡിക്കേറ്റർ, അത്രയേ സംഭവമുള്ളൂ. ഇനി ബാക്ക് പാനൽ എന്ന് പറയുന്നത് എന്താ, നമ്മളൊരു ചെറിയ ഷീറ്റ് നമ്മളതിൻ്റെ ബാക്ക് പീസിന് വേണ്ടിയിട്ട് കണ്ടെത്തുന്നു. ഒരു 5.5 ഇഞ്ച് ഒരു വീതി, ഒരു 6 ഇഞ്ച് നീളത്തിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സെയിം 5 ഇഞ്ചിലെടുക്കാം. നമുക്ക് ഇതിനകത്തൊരു സ്റ്റീരിയോ ബാൻ സോക്കറ്റുള്ള നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്പീക്കർ ഔട്ട്, അത് നമ്മൾ റെഡിമെയ്ഡ് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ്, ഇത് റൈറ്റ്, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഇതിന് ഇവിടെ ഒരു സ്ക്രൂ ഓപ്ഷൻ നമ്മൾ അസംബിൾ ചെയ്തെടുക്കുമ്പോൾ എടുക്കും. ആ സ്ക്രൂവും കൂടി ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് സെറ്റായി. അപ്പോൾ ഇത് ബാക്കിൽ ഫിറ്റ് ചെയ്യാതെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യുക. ഇത്രയുള്ള സംഭവം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിൽ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യാം. എന്തെങ്കിലും സംശയമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇത് കസ്റ്റമർക്ക് വേണ്ടി ചെയ്ത് അവരുടെ താല്പര്യത്തോടു കൂടി ചെയ്തതായതുകൊണ്ടാണ് ഈ രൂപത്തിൽ നമുക്ക് ഈ തരത്തിൽ സിമ്പിൾ ഡിസൈനായിട്ട് ചെയ്യേണ്ടി വന്നത്. അത് ലെഫ്റ്റ് റൈറ്റ് കൺട്രോൾ, വലിയ കൺട്രോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ആംപ്ലിഫയർ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ ആഡ് ചെയ്യാം, ഏത് തരം VO മീറ്റർ ആഡ് ചെയ്യാം, ഏത് തരം ലൈറ്റിംഗ് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഏത് തരം ബാക്ക് ലൈറ്റ്, റിംഗ് ലൈറ്റ്, അതായത് ഫുള്ള് ലൈറ്റ് അല്ലെങ്കിൽ തീരെ ലൈറ്റ് ഇല്ല, സിംഗിൾ ഇൻഡിക്കേറ്റർ, ഏത് തരത്തിൽ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ ഒപ്റ്റിക്കൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതിന് വേണ്ട സ്ഥലം കണ്ടാക്കാം. വേണമെങ്കിൽ ഭാവിയിൽ ഒപ്റ്റിക്കലോ HDMI ആഡ് ചെയ്യാം. മൈക്ക് ഏത് തരത്തിലോ വേണമെങ്കിലും ആഡ് ചെയ്യാം. 5.1 ആക്കാം, 7.1 ആക്കാം. അതിൻ്റെയൊക്കെ കൺട്രോൾസ് ഇടാം. വേണ്ടെങ്കിൽ അത് ഫുള്ള് ഡിജിറ്റലി ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാൻ എന്തെങ്കിലും പ്രയാസമുള്ളവർ അത് കമൻറ്റ് ചെയ്യാം. അത് നമുക്ക് അടുത്ത വീഡിയോ എന്തായാലും ആക്കാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ എന്ന് പറയുന്നില്ല, കാരണം വല്ലാതെ വൈകി പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു 3-4 വീഡിയോ കൊണ്ട് എന്തായാലും അവിടെ എത്തിപ്പെടും. അപ്പോൾ അത്തരത്തിൽ ആർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഈ ആംപ്ലിഫയർ ഉണ്ടാക്കൽ. അപ്പോൾ അത് അതിനകത്ത് ശ്രദ്ധിക്കാനുള്ള 2-3 കാര്യം. ഒന്ന് ഈ മാച്ചിങ്ങും ആ സൗണ്ടിൻ്റെ ആ ഒരു ക്വാളിറ്റി സെൻസ് ചെയ്യുക, അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ സ്പീക്കറിനോട് മാച്ചായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ആംപ്ലിഫയർ ചെയ്യുമ്പോൾ അതിനകത്ത് ആ സ്പീക്കറിനോട് മാച്ച് ആവണം. ഇനി സ്പീക്കറിന് വേണ്ടി ആംപ്ലിഫയർ ചെയ്യുകയാണെങ്കിൽ അതിന് ആ സ്പീക്കറിന് മാച്ച് ചെയ്ത ബോർഡ് എടുക്കുക. ഇനി ആംപ്ലിഫയറിന് വേണ്ടി സ്പീക്കർ ചെയ്യുകയാണെങ്കിൽ ആ സ്പീക്കർ അതിനോട് മാച്ച് ചെയ്തെടുക്കുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ ഇത് മാച്ച് ചെയ്യുന്ന രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അതാണ് അതിനകത്ത് ആകെ ശ്രദ്ധിക്കാനുള്ളത്. എന്തെങ്കിലും അതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്നാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ചെറിയ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ഇനി അടുത്തത് ഈ ആംപ്ലിഫയറിൻ്റെ പാനൽ അസംബിൾ ചെയ്ത്, അതായത് അവിടെ നിന്ന് അവർ ചെയ്ത് കിട്ടണം. അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഫിനിഷിങ് വീഡിയോ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ വയറിംഗ് ഒന്ന് ഡീറ്റെയിൽ ആക്കാം എന്ന് വിചാരിക്കുന്നു. അതായത് സ്റ്റീരിയോ ആംപ്ലിഫയറിൻ്റെ വയറിംഗ്, എല്ലാ ആംപ്ലിഫയർ 1 ചാനൽ മുതൽ എത്ര ചാനലായാലും അതിൻ്റെ വയറിംഗ് എല്ലാം ഒരുപോലെയാണ്. സിംഗിൾ ചാനൽ വയറിംഗ് ചെയ്യുന്ന എങ്ങനെയാണോ, എത്ര ചാനലുണ്ടോ അത്രയും വയറിംഗ് അത്രയും ചാനലുകൾക്ക് സെപ്പറേറ്റ് വരും സിഗ്നൽ ലെവലിൽ. അപ്പോൾ അതങ്ങനെ ആലോചിച്ചാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.